ഹായ് ഫ്രണ്ട്സ്, മൈ മൈൻഡ് ഫോർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ചീരയുടെ ഉപ്പേരിയാണ് ഉണ്ടാക്കുന്നത്. ഏതാണെന്നോ ചീര. ഇതാണ് ചീര. സാധാരണ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ചീരയാണ്. പ്രത്യേകിച്ച് പരിചരണമൊന്നും ഇതിനാവശ്യമില്ല. ഇതിൻ്റെ ചെറിയ ചെറിയ കൊമ്പുകൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ലോണം ഉണ്ടാകുന്നൊരു ചീരയാണ്. വ്യത്യസ്തമായ പേരുകളിൽ ഈ ചീര അറിയപ്പെടുന്നു. ഇവിടെ മധുരച്ചീര എന്നും അറബിച്ചീര എന്നും അറിയപ്പെടുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിനെ വേലിച്ചീര എന്നും അതുപോലെ മൈസൂർ ചീര എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്നു. ഇനി എന്തെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. എങ്കിലും നമുക്ക് ഈ ചീര എങ്ങനെ പേര് വെക്കുന്നത് എന്ന് നോക്കാം. ചീരയുടെ പ്രത്യേകത ഇത് അയൺ കണ്ടൻറ്റ് വളരെയധികമുള്ള ചീരയാണ്. അതുകൊണ്ട് ഇത് ഉപ്പേരി വെച്ചാൽ ഒരു ഇളം മധുരമാണ്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഉപ്പേരി വളരെ ഇഷ്ടമാണ്. വൈറ്റമിൻ എ ആണ് ഇതിലടങ്ങിയിരിക്കുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഉത്തമമാണ് ഈ ചീരയുടെ ഉപ്പേരി. പിന്നെ വൈറസ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ചീരയുടെ ഉപ്പേരി. ശോധന ഇല്ലാത്തവർക്ക് ഇതിൻ്റെ ഉപ്പേരി വെച്ച് കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. നല്ല ശോധനയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഉപ്പേരി എല്ലാവരും ഒന്ന് വെച്ച് കഴിച്ച് നോക്കണം, നല്ലതാണ്. ഇനി ഇത് ഉപ്പേരി എങ്ങനെ വെക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ഇലയൊക്കെ അടർത്തിയെടുക്കാം. പറമ്പിൽ ഒരുപാട് ചീരയുണ്ട്. ഞാനിങ്ങനെ അതിരുമേൽ കുറേ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതിപ്പം വേലി പോലെ, അതുകൊണ്ട് ഇതിനെ വേലിച്ചീര എന്നും അറിയപ്പെടുന്നു. ഇതവിടെയൊക്കെ ചീരയുണ്ട്. നന്നായിട്ട് ഒരു 2 ആൾ ഹൈറ്റിലൊക്കെ ഈ ചീര ഇങ്ങനെ പൊന്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പുഴു കുത്തിയ ഇലയൊന്നും എടുക്കാതെ നല്ല വൃത്തിയുള്ള ഇല എടുക്കുക. ഇലയായതുകൊണ്ട് എട്ടുകാലി അതുപോലെ പ്രാണികളൊക്കെ കാണും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് എടുക്കണം ഇല. പിന്നെ ഇതിൻ്റെ ഇല എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം മൂപ്പെത്താത്ത ഇളം ഇലയാണ് ഉപ്പേരിക്ക് നല്ലത്. സാധാ ഇല പോലെയല്ല, ഈ ഇലയ്ക്ക് കുറച്ച് വേവധിയാണ്. വിത്ത് കണ്ടില്ല, ഇലയിൽ തന്നെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ വിത്ത്. അപ്പോൾ ഞാനിത് കഴുകിയിട്ടില്ല. ഇതെല്ലാം വീർന്നെടുത്തിട്ട് നല്ലോണം വൃത്തിയായി എടുത്തിട്ട് അതിന് ശേഷം കഴുകിയിട്ട് നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് ഇതിൻ്റെ തണ്ടിൽ നിന്ന് വീർന്നെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി നമുക്ക് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകി വെള്ളത്തിൽ നിന്ന് നമുക്ക് ഊറ്റിയെടുക്കാം.
ഇപ്പോൾ ഞാൻ ചീര ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ചെറുങ്ങനെ കുരുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ പച്ചമുളക്, ചെറിയുള്ളി ഇത് നന്നാക്കിയെടുക്കാം. വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക്. എണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് ഇടാം. കടുക് ഇങ്ങനെ പൊട്ടി വരുന്നത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച 2 ചെറിയുള്ളിയുണ്ട്. ഇതിൽ ഇട്ട് കൊടുക്കാം. ഇതൊരു ചെറുങ്ങനെ ബ്രൗൺ നിറാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ കാന്താരി മുളകാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഇട്ട് കൊടുക്കാം. മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് തിരുവി വെച്ച ഇല ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയെല്ലാം പച്ചമുളക് എല്ലാം എടുത്ത് ചേരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇനി ഒരു 5-10 മിനിറ്റ് അടച്ച് വേവിക്കുക. ചീരയ്ക്ക് കുറച്ച് വേവ് അധികമാണ്. ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി വേവാൻ വേണ്ടി നമുക്ക് വെക്കാം. അപ്പോൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവശ്യാനുസരണം ഒരു ബൗളിലേക്ക് മാറ്റി ഉപയോഗിക്കാം. ഞാനിപ്പം ഇത് ചോറിലേക്കാണ് നേരെ ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.